തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ ദിവസത്തിൽ നമ്മെ കാത്തിരിക്കുന്ന, നമുക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രാപിക്കുവാനായി ദൈവകൃപയ്ക്കായി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 31-ാം വാക്യം. അതിനെ അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിൻ്റേത് ആകുന്നു. ഈ ഭാഗം, അതിൻ്റെ പശ്ചാത്തലം എല്ലാം നമുക്ക് ഹൃദിസ്ഥമാണ്. ഒടിയൻ പുത്രൻ എന്ന സാധാരണ വിശേഷിപ്പിക്കുന്ന ധൂർത്തപുത്രൻ, ഇളയപുത്രൻ, തൻ്റെ പാപ ജീവിതത്തിന് ശേഷം പശ്ചാത്താപത്തോടെ ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ പിതാവ് ആ മകനെ വളരെ സന്തോഷത്തോടെ ഹൃദയംഗമായി സ്വീകരിക്കുന്നതും ആഘോഷം നടത്തുന്നതും എല്ലാം നമുക്കിവിടെ കാണാം. അതേസമയം വയലിൽ ആയിരുന്ന പിതാവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വയലിൽ ആയിരുന്ന മൂത്ത മകൻ മടങ്ങി വരുമ്പോൾ ഇളയപുത്രനെ ഈ തരത്തിൽ പിതാവ് സന്തോഷിപ്പിക്കുന്നതും സ്നേഹത്തോടെ അവരോട് ഇടപെടുന്നതും ഭവനത്തിൽ സന്തോഷമായ സാഹചര്യം ഒരുക്കിയിട്ടുള്ളതും കണ്ട് അസൂയാലുമാകുന്നു. ആ മൂത്ത പുത്രനോട് പിതാവ് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. ആ ഒരു വാഗ്ദാനം, ആ ഒരു ഉറപ്പ് മറന്നു പോവുകയാണ് ഈ മൂത്തപുത്രൻ. എനിക്കുള്ളത് എല്ലാം എന്ന് പറയുമ്പോൾ മൂത്തപുത്രൻ്റെ മനസ്സിൽ ഭൗതിക സ്വത്തുക്കൾ മാത്രമാണ്. ഇളയപുത്രൻ ഭവനത്തിൽ നിന്നും ഓടിപ്പോയി. ആ ഭവനത്തിലെ സന്തോഷവും ആ ഭവനത്തിലെ സമാധാനവും സമൃദ്ധിയും ഒന്നും പോരാ. അതിൻ്റെ അപ്പുറത്ത് അവൻ ജീവിക്കുന്ന ലോകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള മിഥ്യാവിചാരത്തിൽ ഭവനത്തിൽ നിന്നും ഭവനം ഉപേക്ഷിച്ച് നാളുകളായി പുറത്തു പോയ ഇളയ മകൻ പിതാവിനെ വിട്ട്, സ്വന്തം ഭവനം വിട്ട് ദൂരെ പോയി അലഞ്ഞ് വലഞ്ഞ് കഷ്ടപ്പെട്ട് ഇതെല്ലാം വ്യക്തമാണ് എന്ന് മനസ്സിലാക്കി മടങ്ങി പശ്ചാത്താപത്തോടെ എൻ്റെ ഭവനത്തിൽ ദാസന്മാർ ഇതിനെക്കാട്ടിൽ പന്നിയുടെ തവിട് തിന്നുന്നതിനേക്കാൾ സുഭിക്ഷമായി തൃപ്തിയായി തിന്നുന്നല്ലോ. അതുകൊണ്ട് അവൻ പശ്ചാത്താപത്തോടെ, ഇനി മകനെന്ന പദവി വേണ്ട, ഭൃത്യന്മാരിൽ ഒരുത്തിനെ പോലെയെങ്കിലും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്നെ സ്വീകരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന വിചാരത്തോടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഇളയ മകനെ പിതാവ് ഒരു പരിഭവവും കാണിക്കാതെ, ഒരു പരാതിയും യാതൊരു വിദ്വേഷവും കാണിക്കാതെ പൂർണ്ണ സന്തോഷത്തോടെ അവനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സൊലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പോഴത്തെ അവൻ്റെ അവസ്ഥ വളരെ മോശമായ, വൃത്തിഹീനമായ സാഹചര്യത്തിൽ വൃത്തികേടായ വസ്ത്രവും ധരിച്ച് കുളിക്കാതെ നനയ്ക്കാതെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന പുത്രനെ പിതാവ് കാണുന്നത് സ്വന്തം പുത്രനായിട്ടാണ്. ബാഹ്യമായ വേഷമോ ബാഹ്യമായ രൂപമോ ഒന്നും പിതാവ് കാണുന്നില്ല. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ നമ്മോടുള്ള വാത്സല്യത്തെ ഇത് കാണിക്കുകയാണ്. നാം എത്ര പാപികളായാലും ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ നമ്മുടെ പാപങ്ങളോ അതിൽ ഭയങ്കരത്വമോ ഒന്നും കണക്കാക്കുന്നില്ല. പശ്ചാത്താപത്തോടെയുള്ള
നമ്മുടെ മടങ്ങി വരും. പിതാവ് എൻ്റെ പിതാവാണ് എന്ന് ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പിതാവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയോടെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവ് വലിയ ഒരു പ്രോത്സാഹജനകമായ ഒരു വരവും സ്വീകരണമാണ് ഇളയ പുത്രന് നൽകിയിട്ടുള്ളത്. ഇതിൽ കോപിതനായ മൂത്ത പുത്രൻ, അവൻ മൂത്ത പുത്രനിൽ ലോകമയത്വം കടന്നുകൂടി. സാത്താൻ പ്രവർത്തിക്കുവാൻ അവൻ അവസരം കൊടുത്തു. ഹൃദയത്തിൽ വേണ്ടാത്ത വിചാരങ്ങൾ അവന് ഉണ്ടായി. പിതാവിന് അവനോട് പറയാനുള്ളത്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. ആ ഒരു വാക്യം, അതിനകത്ത് ദൈവ ഇഷ്ടം മുഴുവനും അടങ്ങിയിരിക്കുന്നുണ്ട്. പിതാവിനുള്ളത്, ദൈവത്തിനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. എന്താണ്? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നാം അത് ഏറ്റുപറയുന്നുണ്ട്. സർവശക്തനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവം ആരാണ്? കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം, ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം മടങ്ങി വരുമ്പോൾ വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും എല്ലാം ചുറ്റുപാട് നിന്ന് കേൾക്കും. ആ മടങ്ങി വരുന്ന ഇളയ മകൻ പിതാവിൻ്റെ സ്നേഹം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെ വിമർശനങ്ങളോ എതിർപ്പുകളോ ഒന്നും ഇളയ മകൻ പ്രതീക്ഷിക്കുന്നില്ല. ഇളയ മകന് ആവശ്യമായിരിക്കുന്നത് പിതാവിൻ്റെ സ്നേഹം. കർത്താവ് ഈ അധ്യായത്തിൽ കാണാതെ പോയ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കാണാതെ പോയ ആട്, കാണാതെ പോയ ബ്രഹ്മ, കാണാതെ പോയ മകൻ. ഇവയിലൊക്കെയും മടങ്ങി വരവിൻ്റെ അല്ലെങ്കിൽ കണ്ടു കിട്ടുന്നതിൻ്റെ ആനന്ദം അതിൻ്റെ ഉടമസ്ഥനുണ്ടാകുന്നു. ധാരാളം വിമർശനങ്ങളുണ്ട്, അതിനുവേണ്ടി ധാരാളം എഫർട്ട് ചെയ്യണം ആവശ്യമാണ്. എന്നാൽ അതൊക്കെയും സന്തോഷത്തോടെ അത് അനുഭവിക്കുവാൻ, ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് ഇത് കാണാതെ പോയതിനെ കണ്ടു കിട്ടും എന്നുള്ള പ്രതീക്ഷ. കാണാതെ പോയ മകൻ മടങ്ങി വന്നപ്പോഴത്തേക്ക് അവന് മേത്രമായ അങ്കി ഒരുക്കി വച്ചിരുന്നു. അവൻ വരുമ്പോഴേക്കും നല്ല ഭോജനം ഉണ്ടാക്കുവാൻ ആടുകളെ, തടിപ്പിച്ച ആടുകളെ ആ ഭവനത്തിൽ വളർത്തിയിരുന്നു. പിതാവ് വലിയ പ്രതീക്ഷയോടെ, വലിയ അനുഗ്രഹങ്ങളോടെ പാപികൾ മടങ്ങി വരുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പിതാവിനെയാണ് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ളത്. നമ്മൾ എത്ര പാപികളാണെങ്കിലും സ്വർഗീയ പിതാവ് സന്തോഷിക്കുന്നതായുള്ള അനുഭവത്തിൽ പങ്കുചേരുവാൻ, പിതാവിനോടൊപ്പം പങ്കുചേരുവാൻ നമുക്കും കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂത്തപുത്രൻ വിമർശനത്തോടെ മാറി നിൽക്കുമ്പോൾ പിതാവിനെ അവനെ ഓർപ്പിക്കാനുള്ളത്, മകനെ, എൻ്റേത് എല്ലാം നിൻ്റേതാണ്. നമുക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പിതാവിൻ്റെ സകല അനുഗ്രഹങ്ങളും നമ്മുടേതും ആകുന്നു. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ളത് പിതാവ് നമുക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം.